ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള നൈസ് പത്തിരിയുടെ റെസിപ്പിയാണ്. പിന്നെ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി കാണത്തില്ല. ഇത് ഉണ്ടാക്കാൻ മാവ് കുഴക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട, ചപ്പാത്തി പ്രസ്സും വേണ്ട. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാനൊരു കറിയും തയ്യാറാക്കുന്നുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഈ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. അതിനായിട്ട് നമ്മൾ 2 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന അതേ പൊടിയാണ് ഇതിന് വേണ്ടത്. ഞാൻ ഇത് ഗ്ലാസ്സിലാണ് അളന്ന് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 2 കപ്പ് പത്തിരിപ്പൊടിക്ക് 3 ഗ്ലാസ് പച്ചവെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 2 കപ്പിന് 3 ഗ്ലാസ് പച്ചവെള്ളം എന്ന കണക്കിന് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ടത് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറാണ് ആവശ്യം. അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇത് കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇതൊരു 6 പേർക്ക് കഴിക്കാനുള്ള ഒരു ഗ്ലാസ് പത്തിരിപ്പൊടിക്ക് 3 പേർക്ക് കഴിക്കാൻ പറ്റും. ഇത് കട്ടിയായി വന്നിട്ടുണ്ട്. പിന്നെ മാവ് എടുക്കുന്നത് വെള്ളവും അളവ് മാവിൻ്റെ ഇത് കണക്ക് അതിനനുസരിച്ചിരിക്കും. പിന്നെ കൂടുകയോ കുറയുകയോ ചെയ്യാം മാവിൻ്റെ അളവ്. ഇപ്പോൾ നല്ല ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ആവണം. നമുക്ക് കുക്കർ അടച്ച് കുറേ നേരം മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്കൊരു മുട്ട റോസ്റ്റിനുള്ള ഇതൊക്കെ തയ്യാറാക്കാം. അത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ചോപ്പർ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ആ പച്ചവെള്ളവും കൂടെ അതിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. എന്നിട്ട് കുറച്ച് സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കിത് കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുക്കാം. നീളത്തിലൊന്നുമല്ല അരിയുന്നത്, ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത് സവാള. ഈ രീതിയിൽ പെട്ടെന്ന് നമുക്ക് മുട്ട റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കണം. ഇതേപോലെ ഇതും നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്കതൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കുക്കർ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പിന്നെ ആദ്യം ഇടാനുള്ളത് നമ്മൾ ചോപ്പ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചവെള്ളവും കൂടെ പേസ്റ്റാണ്, അതാണ്. അതിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം മാറുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ സവാളയല്ല ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ എരി വേണമെന്നുണ്ടെങ്കിൽ 2 മറ്റേ മുളകും കൂടെ മിക്സ് ചെയ്ത് ചേർത്താലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വഴറ്റി പച്ചമണം ഒന്ന് മാറട്ടെ. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനുള്ളത്. പിന്നെ അതിലേക്ക് കറിക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. കൂടുതൽ സമയമൊന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ഈ മുട്ട റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്.
ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, അത്ര ടേസ്റ്റുമാണ്. ഇടിയപ്പത്തിനൊക്കെ ആയാലും ഇതേപോലെ ഉണ്ടാക്കി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതൊന്ന് കുക്കർ അടച്ച് 2 വിസിൽ കേൾക്കുക, അത്രേ ആവശ്യമുള്ളൂ. കറി റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് എയറൊക്കെ പോയതിന് ശേഷമാണ് കുക്കർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ മുട്ട ഞാൻ വേവിച്ച് വെച്ചിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ മാവ് കുക്കർ തണുത്ത് അത് നല്ലപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. മാവ് കുക്കറിൻ്റെ അകത്തിരുന്ന് നമുക്കിത് കുഴയ്ക്കൊന്നും വേണ്ട, ഇതേപോലെ എടുത്ത് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ ഒട്ടും കുഴച്ചിട്ടൊന്നുമില്ല, അതേപോലെ എടുത്ത് ഞാൻ ഒന്ന് ഉരുട്ടിയെടുത്ത് ഇതിനകത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുഴയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണിത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, നിങ്ങൾ പാലിൻ്റെ കവറോ നിങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറുകളോ ഇതേപോലെ നീളത്തിനെടുത്തിട്ട് നമുക്കിതൊരു ചെറിയ ഉരുളയാക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റ് മാത്രം മതി, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചപ്പാത്തി പ്രസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഷേപ്പ് കിട്ടാനായിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്, ഒരു ടിന്നിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട്. സൈസിന് നിങ്ങൾക്ക് ഏത് സൈസ് വേണോ അതിന് കണക്കാക്കി ഒരു അടപ്പെടുത്താൽ മതി. ഇതാ അപ്പോൾ ഷേപ്പ് ആയിട്ടുണ്ട്, നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. നൈസ് പത്തിരി ഇതാണ്ട് റെഡിയായി. പിന്നെ അത് അല്പം മാവ് ഇതിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാവൊന്ന് തൂകിയിട്ടൊന്ന് തട്ടിയെടുക്കുക. പിന്നെ വേറൊരു രീതിയിൽ നമുക്കത് തയ്യാറാക്കാൻ പറ്റും. ഇതേപോലെ മാവ് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ചപ്പാത്തിയുടെ കുഴലെടുത്ത് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. പ്രസ്സിലാണെങ്കിൽ പ്രസ്സുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, മാവ് ഉരുട്ടി വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഷേപ്പ് പിന്നെ അടപ്പൊന്നും ആവശ്യമില്ല, നല്ല വട്ടത്തിന് തന്നെ നമുക്ക് പ്രസ്സിലാണെങ്കിൽ കിട്ടും. ഇത് പ്രസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതേപോലെ മാവൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്ത് വയ്ക്കാം. ഇതേപോലെ ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 6 പേർക്ക് കഴിക്കാനുള്ളത് വരും. അതിൽ നല്ല തിന്നായിട്ടുള്ള പത്തിരിയാണിത്. നമുക്ക് ഒരു പാൻ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ പൊള്ളിച്ച് കയറി വരും. പൊള്ളി കയറി വന്നു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി വെന്ത മാവാണ്, നമുക്കെടുത്ത് മാറ്റാം. ഇത് റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. കൂടെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. പൊള്ളിച്ച് വന്നാൽ പിന്നെ ഇട്ടേക്കണ്ട, അപ്പോഴേ നമുക്കെടുത്ത് മാറ്റാവുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. നമ്മൾ പത്തിരി എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നൈസ് പത്തിരി റെഡി ആയിട്ടുണ്ട്. കണ്ട് ലെയറായിട്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.